PV Anwar ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള നമ്മുടെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി. അതിലേറ്റവും ശ്രദ്ധേയമായ വെളിപ്പെടുത്തലായിരുന്നു പൂരം കലക്കാൻ വേണ്ടി ഈ ADGP MR അജിത് കുമാർ ശ്രമിച്ചു എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ഒരു വെളിപ്പെടുത്തലല്ല, ഇപ്പോഴും ആരോപണമായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. RSS നേതാവുമായി ഈ അഡീഷണൽ DGP ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് പ്രതിപക്ഷ നേതാവും ഇന്നലെ ആവർത്തിച്ച വിഷയമാണ്. PV Anwar പറഞ്ഞത് പാലക്കാടാണ് ഈ ADGP MR അജിത് കുമാർ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു പടി കൂടി കടന്ന് RSS നേതാവുമായി പാറമേക്കാവിൽ വെച്ച് ADGP കൂടിക്കാഴ്ച നടത്തി എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. ഈ ആരോപണം ശരിയാണോ എന്ന് റിപ്പോർട്ടറും പരിശോധിച്ചു. പാറമേക്കാവിൽ വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകാൻ അദ്ദേഹം ഒരു സ്വകാര്യ വാഹനമാണ് ഉപയോഗിച്ചത് എന്ന് റിപ്പോർട്ടർ കണ്ടെത്തി. മാത്രമല്ല, സ്വകാര്യ വാഹനത്തിൽ ഉണ്ടായിരുന്നത് വിജ്ഞാൻ ഭാരതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവായിരുന്നു എന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ജയകുമാർ എന്ന മറ്റുമാണ് ഉദ്യോഗസ്ഥന്റെ പേര്. ആ കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാർ അന്ന് സർക്കാരിനോട് ഈ വിവരം അറിയിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്ന് തന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നുവെന്നാണ്. ADGP MR അജിത് കുമാർ അത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിൽ ഇപ്പോൾ പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം പഠിച്ചയാളുടെ ക്ഷണപ്രകാരമാണ് പോയത്. പാറമേക്കാവ് വിദ്യാമന്ദിർ RSS ക്യാമ്പിനിടെയായിരുന്നു ജനറൽ സെക്രട്ടറി ദത്തോത്രേയ ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ച. ദത്തോത്രേയ ഹൊസബളയെ കൂടിക്കാഴ്ചയ്ക്ക് പോയത് സ്വകാര്യ സന്ദർശനമാണെന്ന് ഇപ്പോൾ ADGP പറയുന്നത് ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഔദ്യോഗികമായ വാഹനം ഒഴിവാക്കി RSS നേതാവിന്റെ കാറിൽ കയറിയാണ് ADGP എത്തിയതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. നമുക്കൊപ്പം റിനു സീധർ ചേരുന്നുണ്ട്. റിനു സീധർ, പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണം ശരിയാണെന്ന് തെളിയുന്നു. RSSന്റെ നേതാവ് ജനറൽ സെക്രട്ടറി ഈ ദത്തോത്രേയ ഹൊസബളയെ കാണാൻ വേണ്ടി പാറമേക്കാവിലെ വിദ്യാമന്ദിറിലെ RSS ക്യാമ്പിനിടയിലേക്ക് സ്വകാര്യ കാറിൽ ADGP എത്തി എന്ന വാർത്ത സ്ഥിരീകരിക്കുകയാണ് ADGPയും ADGP മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണ കത്തിൽ അതൊരു സ്വകാര്യ സന്ദർശനമെന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, 2023 മെയ് മാസത്തിൽ ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു വിശദീകരണമായി ADGP MR അജിത് കുമാർ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവും ഒപ്പം PV Anwar ഉൾപ്പെടെയുള്ളവർ ADGPയുടെ BJP ബന്ധം അല്ലെങ്കിൽ RSS ബന്ധത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് രംഗത്ത് എത്തിയത്. തൃശ്ശൂർ പൂരം കലക്കുന്നതിനും കേരള സംസ്ഥാനത്ത് BJPക്ക് ഒരു സീറ്റ് ഉറപ്പിക്കുന്നതിനും ADGP കൂട്ടുനിന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉയർന്നു വന്നത്. ഇതിനെ ശരിവെക്കുന്നതല്ലെങ്കിൽ പോലും ഈ RSS നേതാവുമായി ദത്താത്രേയ ഹൊസബളയെ പാറമേക്കാവിൽ വെച്ച് കണ്ടു എന്നുള്ളൊരു സ്ഥിരീകരണം ADGP ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിശദീകരണമായി തന്നെ എഴുതി നൽകിയിരിക്കുന്നു. അത് തന്നോട് ഒപ്പം പഠിച്ചയാളാണ്, അല്ലെങ്കിൽ സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ ക്ഷണപ്രകാരം ഒരു സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു എന്ന് പറയുമ്പോഴും അത്തരം, അതായത് ഒരു IPS ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തെ ഒരു ADGP അത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി ഒരു സ്വകാര്യ വാഹനത്തിൽ ഒരു RSSന്റെ പോഷക സംഘടനയിലെ നേതാവിനോടൊപ്പം അവിടെ എത്തി സന്ദർശിച്ചു എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്ന് തന്നെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് PV Anwarഉം ഒപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണത്തെ ഒരു കാരണവശാലും എതിർക്കുന്നില്ല ADGP പറയുന്നത് താൻ സന്ദർശിച്ചു എന്നുള്ളത് തന്നെയാണ്. 2023 മെയ് മാസത്തിൽ സന്ദർശിച്ചു. അതിൽ യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടുമില്ല പറയാൻ. സ്വകാര്യ സന്ദർശനം മാത്രമാണ് നടത്തിയത്, ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ്. തനിക്കല്ലാതെ RSSുമായി ഔദ്യോഗികമായ ADGPയുടെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചാണ് വിദ്യാമന്ദിർ എന്ന് പറയുന്ന ഈ RSSന്റെ പാറമേക്കാവ് വിദ്യാമന്ദിറിലുള്ള RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതെങ്കിൽ അത് ലോക ബുക്കിൽ കാണും. അതാണ് റിനു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വാഹനം ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ വാഹനത്തിൽ RSSന്റെ പോഷക സംഘടനയായ ഈ വിജ്ഞാൻ ഭാരതിയിലെ നേതാവുമായി അദ്ദേഹം പോകണമെങ്കിൽ സ്വാഭാവികമായും അതൊരു സ്വകാര്യ സന്ദർശനമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോഴും എന്തിന് അദ്ദേഹത്തിൻ്റെ വാഹനം ഒഴിവാക്കി അദ്ദേഹം ആ ഭാഗത്തേക്ക് പോയി അത് ആ സമയത്ത് മറച്ചുവെച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല, ഈ സന്ദർശനത്തെ തുടർന്ന് അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്
ഓഫീസിന് വിവരം നൽകിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് ഈ ADGPക്കെതിരെ നിയമ നടപടിക്ക് സാധ്യതയില്ല. പക്ഷേ ധാർമ്മികമായി CPM എതിർക്കുന്ന, CPMന്റെ സർക്കാർ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ ജനറൽ സെക്രട്ടറി ഹൊസബോളയുമായി പാറമേക്കാവിലെ വിദ്യാമന്ദിറിലെ RSSന്റെ പരിപാടിയിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് അതീവ ഗുരുതരമായൊരു വാർത്തയല്ലേ? അപ്പോൾ ഇതിൽ രണ്ട് സാധ്യതകളാണുള്ളത്. പ്രതിപക്ഷം പറയുന്നത് പോലെ ഈ സ്വകാര്യ സന്ദർശനം എന്തിനു വേണ്ടിയായിരുന്നു? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തില്ലേ, ഒരു നടപടിയും എടുത്തില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രവുമല്ല, ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ADGP നൽകുന്ന വിശദീകരണം സുഹൃത്തിൻ്റെ ഒപ്പം പോയി, തൻ്റെ കൂടെ പഠിച്ചയാളാണ് ഈ ജയകുമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വിജ്ഞാൻ ഭാരതിയുടെ ചുമതലയുണ്ടായിരുന്നയാൾ. പക്ഷേ അപ്പോഴും പോകുന്നത് RSSന്റെ ക്യാമ്പിലേക്കാണെന്നും RSSന്റെ ജനറൽ സെക്രട്ടറിയെ കാണാനാണ് പോകുന്നതെന്നും ADGPക്ക് നിശ്ചയമായും അറിയാമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും അരുൺകുമാർ, എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും നമുക്കറിയാം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ RSSന് എതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഒരു പ്രത്യാരോപണങ്ങളും ഒക്കെയായി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ കീഴിൽ ഉള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് വിമർശനമായി തന്നെ വരുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഒപ്പം RSSന്റെ ക്യാമ്പിലേക്കാണ് അദ്ദേഹം പോകുന്നതെന്നും കൃത്യമായ ധാരണയുണ്ട്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു ആരോപണം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. കാരണം RSSന്റെ ക്യാമ്പിലേക്ക് അദ്ദേഹം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകൾ അടക്കം നശിപ്പിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നതല്ല ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ കൂടി അദ്ദേഹം എടുത്തു, ഒരു ജാഗ്രത കൂടി അദ്ദേഹം എടുത്തു എന്നുള്ളതാണ്. കാരണം പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് ഈ ഒരു സന്ദർശനം നടത്തിയാൽ ആ വാഹനത്തിന്റെ ലോക്ക് ഷീറ്റിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തും. അത്തരം ഒരു രേഖപ്പെടുത്തൽ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു മുൻകരുതലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴേക്കും തന്നെ നമുക്കിതിലൊരു ദുരൂഹത കാണാം എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവും PV അൻവറും ഇത്തരമൊരു ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. PV അൻവർ പാലക്കാട് വെച്ചാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നതെന്ന് പറയുമ്പോഴും VD സതീശൻ ഇല്ല, തൃശ്ശൂരിൽ വെച്ച് തന്നെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളതാണ്. എന്തായാലും പാറമേക്കാവ് വിദ്യാമന്ദിറിൽ വെച്ച് RSS നേതാവ് ദത്താത്രേയ ഹൊസബോളയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. VS സുനിൽകുമാർ, PV അൻവർ, പ്രതിപക്ഷ നേതാവ്, ഇവരുടെയൊക്കെ പ്രതികരണം നമുക്ക് ഈ വിഷയത്തിൽ വേണം. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയം, PV അൻവർ തുറന്നുവിട്ട വിഷയത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. ആ വാർത്തയാണ് റിപ്പോർട്ടർ ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. റിനു ശ്രീധറാണ് ആ വിവരം നൽകിയിരിക്കുന്നത്. RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയുമായി ADGP കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹം സ്വകാര്യ സന്ദർശനമാണ് നടത്തിയത്. തൻ്റെ കൂടെ പഠിച്ചിരുന്ന, തൻ്റെ കോളേജ് മേറ്റ് ആയിരുന്ന ജയകുമാറുമായിട്ടാണ്, വിജ്ഞാൻ ഭാരതിയുടെ ചുമതലയുണ്ടായിരുന്ന സുഹൃത്തുമായിട്ടാണ് അദ്ദേഹം സ്വകാര്യ സന്ദർശനത്തിനെത്തിയതെന്നാണ് പറയുന്നത്. കണ്ടത് ആരെയാണ്? RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോള. RSSന്റെ ജനറൽ സെക്രട്ടറിയെ കാണുന്നതിനോ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് വിലക്കുണ്ടോ? നിയമപരമായി അങ്ങനെ ഒരു വിലക്കുമില്ല. പക്ഷേ സർക്കാരിൻ്റെ നയം RSSന്റെ നയങ്ങളോട് എതിരായി നിൽക്കുന്ന ഘട്ടത്തിൽ സർക്കാരിലെ വിശ്വസ്തനായ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗൗരവതരമാണ്. അത് മനസ്സിലാക്കിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ഇപ്പോഴും ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ ADGP നിൽക്കുന്നു. പക്ഷേ ഏറെ പ്രധാനപ്പെട്ട കാര്യം, RSSന്റെ നേതാവിനെ കണ്ടു എന്നതുകൊണ്ട് ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് പൊടുന്നതിനെ നീക്കാൻ കഴിയില്ല. അതിനെന്തെങ്കിലും ഒരു റിപ്പോർട്ട് ആവശ്യമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മാത്രമാണുള്ളത്. പക്ഷേ അതിനുശേഷം ഈ പൂർവ്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ കൂടി കൂട്ടിയിണക്കുമ്പോഴാണ് ഈ പോലീസിനുള്ളിൽ മൊത്തത്തിലൊരു സംഘാധിപത്യമുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരാശയത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. സാധാരണ സർക്കാരിൻ്റെ സംവിധാനങ്ങളെ പാരലായി മറ്റൊരു സംവിധാനം നിയന്ത്രിക്കുകയോ ഹൈജാക്ക് ചെയ്യുകയോ ചെയ്യുന്നൊരു രീതി ഉണ്ടാവും. അത് വളരെ ഇൻഫോർമൽ ആയിട്ടായിരിക്കും ആ ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുക. അങ്ങനെ പോലീസിംഗ് ഫോഴ്സിൻ്റെ ഉള്ളിലുള്ള ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ ഈ സംഘം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചോദ്യം. ആ ചോദ്യത്തിന് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഉത്തരം കിട്ടും. PV അൻവർ പണം അയച്ചത് വെറുതെ അല്ല എന്നത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ.